ഇത്രയും വർഷങ്ങളായിട്ട് ഇവരൊക്കെ വാതോരാതെ സംസാരിക്കാറുണ്ട് സ്ത്രീകളുടെ അവകാശത്തെക്കുറിച്ച്, സ്ത്രീ സമത്വത്തെക്കുറിച്ച്. നോക്കൂ, നമ്മുടെ ഭരണഘടനയിൽ സമത്വം എന്ന ആശയത്തിൻ്റെ പ്രായോഗികമായ സമീപനം എന്തൊക്കെയാവണം എന്നതിനെക്കുറിച്ച് വ്യക്തമായ മാർഗനിർദ്ദേശങ്ങളുണ്ട്. അതുപോലെ ലിംഗസമത്വം വളരെ പ്രധാനമാണ്. ഞാൻ നേരത്തെ സൂചിപ്പിച്ചല്ലോ, നമ്മുടെ സങ്കല്പം അനുസരിച്ച് അർദ്ധനാരീശ്വര സങ്കല്പമാണ് ഭാരതത്തിൻ്റെ സംസ്കൃതിയുടെ സവിശേഷത എന്ന് പറയുന്നത്. ഒരു വ്യക്തി പൂർണ്ണമാകുന്നത് ഈ അർദ്ധനാരീശ്വര സങ്കല്പത്തിലൂടെയാണ്. ലിംഗസമത്വത്തിൻ്റെ ഏറ്റവും ഉജ്ജ്വലമായ ആവിഷ്കാരമാണത്. ഭാരതത്തിൽ പ്രവർത്തിക്കുന്ന രാഷ്ട്രീയ കക്ഷികളെല്ലാം ഭാരതീയ സംസ്കൃതിയിൽ വിശ്വാസമർപ്പിക്കുന്നവരാണ് എന്നാണല്ലോ നമ്മൾ പ്രതീക്ഷിക്കുക. പക്ഷേ ആ സങ്കല്പത്തിൽ നിന്ന് തികച്ചും വേറിട്ട് സഞ്ചരിക്കുകയാണ് അവർ. നമ്മുടെ സ്ത്രീകളെ ഈ മേഖലയിലേക്ക് കൈപിടിച്ചുയർത്താൻ കഴിയുന്നവരായിരുന്നു ഇത്രയും കാലം. നോക്കൂ, 2014 മോദി സർക്കാർ അധികാരത്തിൽ വരുന്നതിന് മുമ്പ് ദശാബ്ദങ്ങളോളം നമ്മുടെ നാട് നയിച്ചിരുന്ന, ഇന്നിപ്പോൾ ഈ ബില്ലിനെ എതിർക്കുന്ന പ്രതിപക്ഷ രാഷ്ട്രീയ കക്ഷികൾ, പ്രധാനമായും ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ്. ഇന്നലെയൊക്കെ കോൺഗ്രസിൻ്റെ പരമോന്നത നേതാവ്, രാജ്യസഭയിലെ പ്രതിപക്ഷ നേതാവൊക്കെ ആയിട്ടുള്ള കോൺഗ്രസിൻ്റെ അധ്യക്ഷൻ ബഹുമാന്യനായ മല്ലികാർജുൻ ഖാർഗെ എത്ര അല്പത്ത് നിറഞ്ഞ വാക്കുകളിലൂടെയാണ് ഈ സംരംഭത്തെ എതിർക്കുന്നത്.